അതേസമയം ലിസ്റ്റിന് ഒരു പേരൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ ലിസ്റ്റിന്റെ ഈ ഒരു പ്രതികരണം വന്നതിന് പിന്നാലെ നമുക്കറിയാലോ സോഷ്യൽ മീഡിയയിൽ അതെ ഒരു പ്രധാനപ്പെട്ട നടൻ അത് നിവിൻ പോളിയുടെ പേര് ചേർത്താണ് പിന്നീട് വാർത്തകൾ വന്നത്. പക്ഷേ നിർമ്മാതാവായ ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞത് നിവിൻ പോളിയെ പറ്റിയല്ല എന്ന് ബേബി ഗേൾ സിനിമയുടെ സംവിധായകനായ അരുൺ വർമ്മ പ്രതികരിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ അത്തരം വാർത്തകൾ പ്രചരിക്കുന്നത് തങ്ങളുടെ അറിവോടെയല്ലെന്നും സംവിധായകൻ വ്യക്തമാക്കി. റിയ അതിന്റെ വിശദാംശങ്ങൾ നൽകും. റിയ, ഇപ്പോൾ നേരത്തെ നമ്മൾ പങ്കുവച്ചതാണ് ഇതിന്റെ കാര്യങ്ങൾ. പേരെടുത്ത് പറയാതെയാണ് വിമർശനം. പക്ഷേ സ്വാഭാവികമാണ്, പലരുടെയും പേരുകൾ കൂട്ടിക്കെട്ടി ഇത്തരം പ്രചാരണങ്ങൾ അതിനോട് ചേർന്ന് വരും. അതിപ്പോൾ നിവിൻ പോളിയുടെ പേരാണ് വലിച്ചിഴക്കപ്പെട്ടത്. എന്താണ് യാഥാർത്ഥ്യമെന്ന് നമുക്കറിയില്ല ലിസ്റ്റിൻ പറയുന്നിടം വരെ. ഇതിപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മറ്റെന്തെങ്കിലും സിനിമയിൽ പ്രതികരണങ്ങളുണ്ടോ? സംഘടനാ തലത്തിൽ എന്തെങ്കിലും ഈ കാര്യങ്ങളിൽ ഇടപെടലുകളുണ്ടോ? ഇന്നലെ ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ മലയാള സിനിമയിലെ ഒരു നടൻ, ഒരു പ്രമുഖ നടൻ വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു, ആ തെറ്റുകൾക്ക് തിരികൊളുത്തിയിരിക്കുന്നു, അത് തിരുത്തേണ്ടതുണ്ട്, അത് മാലപ്പടക്കത്തിന് തിരികൊളുത്തിയതുപോലെയാണ്, അദ്ദേഹം ഇത് കാണുമെന്നും അത് തിരുത്തുമെന്നും താൻ പ്രതീക്ഷിക്കുന്നു എന്നൊരു പ്രസ്താവന നടത്തിയത്. അത് വലിയ രീതിയിൽ വാർത്തയാവുകയും അത് ആരാണ് എന്ന ചോദ്യങ്ങൾ ഉയരുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെ ഈ പ്രസ്താവനയ്ക്കെതിരെ സാന്ദ്ര തോമസ് വിമർശനം ഉന്നയിച്ചു രംഗത്തെത്തി. സാന്ദ്ര പറയുന്നത് ഒരു നിർമ്മാതാക്കളുടെ സംഘടനയിലെ ഭാരവാഹി കൂടിയായ ലിസ്റ്റിൻ മലയാള സിനിമയിലെ നടന്മാരെ മൊത്തത്തിൽ സംശയത്തിന്റെ നിഴലിലാക്കി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് അനുചിതമാണ്, പേരെടുത്ത് പറയണമായിരുന്നു, അല്ലെങ്കിൽ അത് പരാതിയായി സംഘടനയ്ക്ക് കൊടുക്കുകയായിരുന്നു വേണ്ടതെന്നാണ് സാന്ദ്ര തോമസ് വ്യക്തമാക്കിയത്. ആ വിമർശനം ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. ലിസ്റ്റിൻ തങ്ങൾക്ക് പരാതി രേഖാമൂലം ഇതുവരെ നൽകിയിട്ടില്ലെന്നാണ് നിർമ്മാതാക്കളുടെ സംഘടനയും വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനിടയിലാണ് നിവിൻ പോളിയുടെ പേരുമായി ചേർത്ത് വെച്ച് ബേബി ഗേൾ എന്ന സിനിമയുമായി ചേർത്ത് വെച്ച് ചില പ്രചാരണങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അവിടെയാണ് ബേബി ഗേൾ എന്ന സിനിമയുടെ സംവിധായകൻ ഇതിലൊരു വിശദീകരണം നൽകുന്നത്. അദ്ദേഹം പറയുന്നത് നിവിൻ പോളി തന്റെ സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന വാർത്ത അത് ശരിയല്ല എന്നതാണ്. അദ്ദേഹം താൻ പറഞ്ഞിരുന്ന ഡേറ്റുകളിൽ വന്ന് സിനിമയിൽ അഭിനയിച്ചിരുന്നു, അതിനുശേഷം ആ സിനിമയിൽ നിന്ന് പോയിട്ടുണ്ട്, അത് മറ്റൊരു സിനിമയിൽ അഭിനയിക്കാൻ പോയതോടെ എന്ന കാര്യത്തെക്കുറിച്ച് തങ്ങൾ ചിന്തിക്കേണ്ടതില്ല എന്നതാണ് പറയുന്നത്. അതായത് ഇറങ്ങിപ്പോയി എന്ന തരത്തിൽ പ്രചരിക്കുന്ന വിവാദങ്ങളിലാണ് അതിന്റെ ബേബി ഗേൾ എന്ന സിനിമയുടെ സംവിധായകനായ അരുൺ വർമ്മ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ലിസ്റ്റിൻ തന്നെയാണ് ഇതിലൊരു വ്യക്തത വരുത്തേണ്ടത്. ആരെക്കുറിച്ചാണ് താൻ പറഞ്ഞത് എന്ന കാര്യത്തിൽ ലിസ്റ്റിൻ തന്നെ ഒരു വ്യക്തത വരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അതൊരു വലിയ വിവാദങ്ങൾക്ക് വഴി തെളിച്ചിട്ടുണ്ട്. നേരത്തെ ചിലർ പറഞ്ഞതടക്കം ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു നടനെ കുറിച്ചാണെന്നും അദ്ദേഹത്തിന്റെ ചില പെരുമാറ്റങ്ങൾ സാമ്പത്തികമായും ഒപ്പം തന്നെ സിനിമയും ബാധിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ലിസ്റ്റിൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയെന്നാണ് സിനിമാ മേഖലയിലെ തന്നെ പലരും പറയുന്നത്. എന്നാൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ഇതുവരെ അത് ആരാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. അതിനെതിരെ ഒരു പരാതി സംഘടനയ്ക്ക് ഇതുവരെ നൽകിയിട്ടുമില്ല. ശരി, റിയ ബേബിയാണ് വിവരങ്ങൾ നൽകിയത്.